അപ്പോ 7 പുതിയ പിള്ളേരാണ്. 7 പുതിയ പിള്ളേർ. ഇവരെ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? ഇവരെ പല സ്ഥലം നമ്മൾ പറയുന്നത് സൗത്ത് ഇന്ത്യ മുഴുവൻ ഇവർ ഒരു ഗ്യാങ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പല നമ്മൾ കണ്ടുപിടിച്ചത് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവർ ആരും ഇതിനും മീറ്റ് ചെയ്തിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ട് ഇവരെല്ലാം മീറ്റ് ചെയ്തിട്ട് 4 മാസം മുമ്പ് ഷൂട്ടിന് മുമ്പാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യ മൊത്തം ഒരു വലിയ കണ്ടുപിടിച്ചാണ് അങ്ങനെയൊന്നും പറയാൻ പറഞ്ഞെങ്കിൽ. ബേസിക്കലി നമുക്ക് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാസ്റ്റിംഗ് കോൾ ഇട്ട് ഫേസ്ബുക്കിലിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ആ ഒരു രീതി നമ്മൾക്ക് ഓരോ ക്യാരക്ടറിനും എന്ത് ടൈപ്പ് പയ്യനാ വേണ്ടത് നമുക്ക് നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു, ഫിസിക്കലി ആൻഡ് അവരുടെ സ്വഭാവം വയസ്സ്. അപ്പോൾ അങ്ങനത്തെ പിള്ളേരെ എവിടെ കിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് ഏർബൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഏത് ടൈപ്പ് കോളേജിലാണ് പഠിക്കുന്നത്, എവിടെയായിരിക്കും അവർ നമ്മൾ പഠിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങനത്തെ കോളേജസ് ടാർഗറ്റ് ചെയ്ത് കൂടുതലും ബാംഗ്ലൂരിലായിരുന്നു ഓഡിഷൻസ്. ബാംഗ്ലൂരിലുണ്ടായിരുന്നു, ചെന്നൈയിലുണ്ടായിരുന്നു, പിന്നെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് താല്പര്യം തോന്നുന്ന കോളേജിൽ പോയി നമ്മൾ നേരെ കോളേജിൽ പോയിട്ട് കോളേജിൻ്റെ പെർമിഷൻ മേടിച്ച് കോളേജിൻ്റെ അകത്ത് ഓഡിഷൻ നടത്തുമായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് പുറത്ത് കാസ്റ്റിംഗ് കോൾ വിട്ട് പിള്ളേരെ വിളിക്കില്ല, ആ പരിപാടി ഒന്നും ഉണ്ടായിരുന്നു. നേരെ ഒരു കോളേജിലേക്ക് ചെല്ലും, ആ കോളേജിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ HOD അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഹോയറിറ്റിസ് ഇൻചാർജ് ആയിട്ടുള്ള നമ്മൾ സംസാരിക്കും. പറയും സാർ ഞങ്ങൾ ഇന്ന ഫിലിമിന് വിനീത് പ്രൊഡ്യൂസർ സിനിമയെന്ന് വന്നേക്കാണ്, ഞങ്ങൾക്ക് ഓഡിഷൻ നടത്തണം, മറ്റേ മനസ്സിൽ പറഞ്ഞ് എവിടെ പോയാലും പുള്ളിയുടെ പേര് പറഞ്ഞാൽ എവിടെ എൻട്രിയാണ് ഫ്രീ. പിന്നെ നാട്ടിലുള്ള എല്ലാ കോളേജിലെ അച്ഛന്മാരൊക്കെ HODസും എല്ലാവരും മലയാളികളായിരിക്കും. സമാധാനമാണ്. നേരെ വിനീതൻ്റെ പേര് പറയാം, കയറുക, എന്താ പറയുക, ഇവിടെ ഒരു സ്പേസ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് 2-3 മണിക്കൂർ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്ലാസ് റൂം മതി, ഞങ്ങൾ എവിടെ നിന്ന് സമാധാനമായിട്ട് മലയാളി കുട്ടികളെ ഓഡിഷൻ ചെയ്യുന്നത്. അവരെല്ലാം അവിടുത്തെ പിന്നെ അവിടുന്ന് മലയാളി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതുവഴിയൊക്കെ പിള്ളേരെ കണ്ടുപിടിക്കുന്നു, ഓഡിഷൻ നടത്തുന്നു. അങ്ങനെ ഓഡിഷൻ നടത്തിയാണ് നമ്മൾ ഫൈനലി 7 പേരെ കണ്ടുപിടിക്കുന്നത്. ഈ 7 പേര് എന്താ തോമസ്, സിദ്ധി, റോഷൻ, വിശാഖ്, അരുൺ, അന്നക്കിളിയൻ, അന്നു. ഇവർ 7 പേരും എന്താ പറയുക, ഇവരെ ഇതിനകത്തൊരു 3 പേര് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളേജിലാണ്. ഒരാൾ ഫസ്റ്റ് ഇയർ ആണ്, ഒരാൾ സെക്കൻഡ് ഇയർ ആണ്, ഒരാൾ എന്താ പറയുക മറ്റേ ആൾ സെക്കൻഡ് ഇയർ ആണ്. അങ്ങനെ നിൽക്കുന്നു. ഒരാൾ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് പുള്ളിക്കാരുടെ എക്സാം കഴിഞ്ഞ് വന്നായിരുന്നു. ബാക്കി 3 പേരും ജസ്റ്റ് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് മുമ്പ് കോളേജ് ചേർത്തിട്ട്. അപ്പോൾ എല്ലാവരും വെരി ഫ്രഷ്. അവർക്ക് ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനായിട്ട് ഭയങ്കര സാമ്യതയുള്ള കുട്ടികളാണ്. അവർ ആ ഏജാണ്. അവരെല്ലാവരും ഒരു 18 to 22 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. സോ അങ്ങനെയാണ് നമ്മൾ 7 പേരെ ഓഡിഷൻ ചെയ്ത് കണ്ടുപിടിച്ചത്. അല്ല, അപ്പോൾ ഈ ആനന്ദം എന്നുള്ളത് പേര് ഗണേശ് തന്നെ? അല്ലല്ല, നമുക്ക് ഫിലിം വർക്ക് ചെയ്യാൻ എഴുതാൻ നേരത്തെ ഇതിന് പേരുണ്ടായിരുന്നില്ല. ഇതിനകത്ത് അങ്ങനെ ഒരൊറ്റ ടോപ്പിക്കിനെ പറ്റി പറയാത്തൊരു ഫിലിമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഒറ്റ വാക്കിൽ പേരിടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ പേരിടേണ്ടത്, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1 point ഫിലിമിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ രാവിലത്തെ ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു. 1 മണിക്കൂർ പേരാലോചിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒന്നും കിട്ടുന്നില്ല. ഏറ്റവും പാടുള്ള പരിപാടിയാണ് പേരിടുക. അയ്യോ, നിനക്കറിയായിരിക്കുമല്ലോ പാട്ടിന് വേണ്ടി പേരിടുക. കഷ്ടപ്പെട്ടു നമ്മൾ. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. സ്ക്രിപ്റ്റ് എഴുതി 3 വർഷമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാണ്, പേരില്ല. പിന്നെ എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായി, എവിടെയെങ്കിലും ഒരു ആരെങ്കിലും ഒരു നല്ല പേര് പറയും. എന്നൊരു വിശ്വാസം നമ്മൾക്ക് മുന്നോട്ട് പോവാണ്. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആവുന്നു, വിനീതായിട്ട് ഇൻവോൾവ് ആയി, പ്രീ പ്രൊഡക്ഷൻ തീർന്നു, ഷൂട്ട് റെഡി ആവുന്നു, പൂജയാവുമ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്, പേരൊക്കെ ഇങ്ങനെ ആകുന്നുള്ളൂ. അപ്പോഴാണ് പിന്നെ എന്താ പ്ലാൻ ചെയ്തത്. അപ്പം പല പേരുകൾ വന്നു. പക്ഷേ അതിന് നമുക്കൊരു നമ്മുടെ ഫിലിമിൻ്റെ ഒരു ലൈഫ് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വിനീതേട്ടനാണ് ആസ് ഓൾവേസ് അവർ റെസ്ക്യൂ. യെസ്, വിനീതേട്ടൻ രക്ഷിക്കാനകത്തെന്ന് പറഞ്ഞു ആനന്ദം എന്ന് പേര് ടൈറ്റിൽ ഇട്ടാണ്. അപ്പം ആദ്യം കേൾക്കുമ്പോഴത്തേക്കും വളരെ സിമ്പിളാണ് ടൈറ്റിൽ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ആനന്ദം ഭയങ്കര ഇനിഷ്യലി ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നി. നമ്മളിങ്ങനെ ആലോചിച്ചു, നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിന് നമ്മളതിന് 2 ദിവസം സമയം കൊടുക്കും, തലയിലൊന്നും കിടന്ന് ഓടട്ടെ. അപ്പം ഒരു ദിവസം നമ്മൾ ജഡ്ജ് ചെയ്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴും പക്ഷേ ഈ പേര് തലയിലുണ്ടായിരുന്നു, പോയിട്ടില്ല. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞത് ഇതിന് ഭയങ്കര ഒരു പതുക്കെ ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് പിന്നെ പോകാൻ പാടുള്ള ഒരു പേരായി മാറുന്നു തോന്നി. പിന്നെ ഒന്ന് വായി കയറി കഴിഞ്ഞാൽ പുറത്ത് പോകാത്ത പേരായിട്ട് തോന്നി ആനന്ദം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, ഈ പേര് എപ്പോഴും ചിരിച്ചോണ്ടേ പറയാൻ പറ്റും. പറയണേ പറ്റില്ല ഒരാൾക്ക്. ഇത് നേരമാണ് പറയണമെങ്കിൽ ചിരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയണം. അപ്പൊ നമ്മുടെ ഫിലിം അത് തന്നെ ഭയങ്കര ഹാപ്പി, ഷോർട്ട് ആൻഡ് പ്രിസൈസ് ടു ദ പോയിന്റ് ഹാപ്പിനെസ്, അതാണ് നമ്മുടെ ഫിലിം. സോ ഐ തിങ്ക് ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു ആപ്റ്റായിട്ടൊരു പേര് കിട്ടില്ല. ഏറ്റവും ഐഡിയൽ നെയിമാണ് ഈ പേര്. കാരണം തന്നെ എല്ലാവർക്കും ഭയങ്കര ഫിലിമിനെ പറ്റി എല്ലാവർക്കും ഒരു പോസിറ്റീവ്, ഇനി ആനന്ദമേ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഈ പേര് പറയുമ്പോഴും ഈ പേരിനെ പറ്റി ആലോചിക്കുമ്പോഴും ഒരു പോസ്റ്ററിൽ കാണുമ്പോഴൊക്കെ നമുക്കുള്ളൊരു സന്തോഷമുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ആനന്ദമുണ്ട്. ഇത് ഏകൻ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ പോലും #ആനന്ദം ഇടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഓഡിയൻസിന്റെ മനസ്സിലുണ്ടാവട്ടെ. ഫിലിം കണ്ടതിന് ശേഷം അവരുടെ ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവട്ടെ. ആൻഡ് അത് ഫിലിം കണ്ടുകൊണ്ടും ഫിലിമിന് ശേഷം അവർക്ക് അത് ആലോചിച്ച് വീണ്ടും ആനന്ദം ഉണ്ടാവട്ടെ. അതെ, ആ ഒരു ചിരി, ഈ ഒരു ചിരി ഹോപ്പ്ഫുള്ളി ഫിലിം കണ്ടിറങ്ങി കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ചിരി വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മുടെ ജോലി തീർന്നു അല്ലേ. ആൾക്കാരെ സന്തോഷിപ്പിക്കുക, ആൾക്കാരെ ചിരിപ്പിക്കുക എന്നാണ് നമ്മുടെ ഈ സിനിമയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക. ആരെ ലൈഫ് മാറ്റണമെന്നോ
ഭയങ്കര വലിയ ലൈഫ് എക്സ്പീരിയൻസ് ലെസൺസ് കൊടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഓക്കെ ഐ ഹാഡ് എ ഗുഡ് ടൈം, എനിക്ക് ഐ ഹാഡ് ഫൺ. എന്താ പറയുക, എനിക്ക് ഈ സിനിമ എനിക്ക് സന്തോഷമായി, എനിക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട്. അത്രയും തോന്നിക്കാൻ പറ്റി. ഐ തിങ്ക് നമ്മുടെ ജോബ് തീർന്നു, നമ്മൾ വിൽ ബി വെരി ഹാപ്പി. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്, അല്ലേ, വിൽ പ്രേ ഫോർ ദാറ്റ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. യെസ്, അപ്പോൾ ഇനി ആനന്ദമേ തന്നെ ആയിക്കട്ടെ. നിലാവിലെല്ലാം അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാൻ കൊതിച്ചതും മറന്നുവോ, മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം, അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാം അറിഞ്ഞിടാതറിഞ്ഞുവോ, പറഞ്ഞു തീരാൻ കൊതിച്ചതും